ഓക്കെ. നമ്മളെ ചലഞ്ചിൻ്റെ 4-ാമത്തെ ദിവസം, ഇത് ജൂലൈ 5-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളെ ഇന്നലെ പറഞ്ഞ ലെവൽസിൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കണം. ഇനി മാർക്കറ്റ് ഏത് സൈഡൊക്കെ മൂവ് ചെയ്യുന്ന നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, 10:10 ആയിരിക്കണം ടൈം. 10:10. ഓക്കെ, നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സമയം 10:15-16. നമ്മൾ മാർക്കറ്റിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. 24,345 ഹൈയും 24,240 ലോയും കാണിക്കുക. ഏകദേശം 300 മീറ്റർ. ഓക്കെ, അപ്പം എന്തായാലും ഏകദേശം നമ്മളെ റേഞ്ച് വരുന്നത് 105 പോയിൻ്റ് അല്ലേ. 52 പോയിൻ്റ് വരുമ്പോൾ പൊസിഷൻ സൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 150 ക്വാണ്ടിറ്റിയാണ്. നിഫ്റ്റി കോൾ ഓപ്ഷൻ ആണെങ്കിൽ 24,000, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 24,500 പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സമയം 11:32. ഏകദേശം നമ്മൾ ബ്രേക്ക്ഔട്ടിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ആയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഏകദേശം പ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യാം. ശരി, നമ്മൾ 150 പറഞ്ഞില്ല ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. പിന്നെ ബ്രേക്ക്ഔട്ടിൻ്റെ റേഞ്ചിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. നോക്കി ബ്രേക്ക്ഔട്ട് വരുന്നില്ല. ഈ ബ്രേക്ക്ഔട്ട് വരൂലേ, പക്ഷെ റേഞ്ചിൽ നിലനിൽക്കുന്നു. നമ്മൾ കട്ട വെയിറ്റിങ്ങില്ല, ബ്രേക്ക്ഔട്ട് വരുമില്ലേ. യെസ്, ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. നമ്മളെ പ്രൈസ് 450 ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:18. നമ്മൾ എൻട്രി ഇതൊരു ട്രിഗർ ആയിട്ടില്ല. ഇത് മാർക്കറ്റ് നമ്മൾ ഇട്ട പ്രൈസിലെത്തിയിട്ടില്ല. 482 പ്രൈസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പോലും ആ റേഞ്ചിക്ക് വരുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു പ്രൈസിൽ കിട്ടിയാവുള്ളൂ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫേവറായൊരു റിസ്ക് റിവാർഡ് കിട്ടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാണ്ടി വന്നാൽ നല്ലൊരു ലോസ് ആവും. അത് ഞാൻ അതിൻ്റെ മുന്നേ ടാർഗറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കും. ചില ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്, നമുക്ക് എൻട്രി കിട്ടാറില്ല, ഫാസ്റ്റായി മൂവ് ചെയ്യും, ടാർഗറ്റ് അടിക്കും. പിന്നെ നമ്മൾ അടുത്ത ദിവസം നോക്കാം. ഇനി വേറെ ട്രേഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ബാക്കിയുണ്ട്. ഇനി വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നുമില്ല അതിൽ. നമ്മൾ മറ്റ് സ്ട്രാറ്റജിക്കൊന്നും എൻട്രി കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:54. അതൊന്ന് വെള്ളിയാഴ്ച പള്ളി പോകേണ്ട ടൈമിൽ. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് എൻട്രി കിട്ടിയത്. നമ്മൾ പറഞ്ഞ ആ പ്രൈസിൽ 482. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് 24,397. ബാക്കി അപ്ഡേറ്റ് ഞാൻ പള്ളിയിൽ പോയി വന്നിട്ട് കാണിക്കാം. ഓക്കെ, എൻട്രി ട്രിഗർ ആയിട്ട് സമയം 1:46. ഇത് നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു 482. ഒരു മിനിറ്റ്. അവിടുന്ന് മാർക്കറ്റ് പിന്നെ കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെ. ഇപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് അടിക്കുകയോ, ഇതിൻ്റെ നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, അത് അപ്പുറത്തെ സൈഡ് ചാൻസ് 24,395 ആ ഒരു റേഞ്ചാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഓർഡർ ഫ്ലോയിലെ കൺഫർമേഷൻ മൊത്തം ഒരു സെല്ലിങ് സൈഡാണ്. അതൊരു ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കാണിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ടാർഗറ്റ് കിട്ടുന്നുണ്ടാവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടോട്ടൽ ഡെൽറ്റയും കാര്യങ്ങളൊക്കെ നെഗറ്റീവാണ്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് വരുന്ന വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും, അല്ല ടാർഗറ്റാണ് ഈ ടാർഗറ്റ്. ഓക്കെ, കറൻ്റ്ലി നമ്മളെ പൊസിഷൻ മൈനസാണ്. ഓക്കെ, ഏകദേശം സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്നെങ്കിൽ പീരീഡ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വാച്ച് ചെയ്യാം. സമയം 2:19. ഇതുവരെ വേറെ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നല്ലാതെ
ലോസ് ബുക്ക് ചെയ്യേണ്ടി വരുമോ അതോ ടാർഗറ്റ് അടിക്കും? ടാർഗറ്റ് അടിക്കലെന്ന് വലിയൊരു ഉറപ്പൊന്നുമില്ല. മിക്കവാറും ഒന്നെങ്കിൽ നമ്മൾ ചെറിയ ലോസിൽ എക്സിറ്റ് ആവേണ്ടി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലോസ് ഉണ്ടല്ലോ അവിടേക്ക് എന്തായാലും മാർക്കറ്റ് എത്തും. കാരണം ഒരു നല്ല സെല്ലിങ് കാണാണ്ട് മാർക്കറ്റിൽ. ടോട്ടൽ കമ്മ്യൂണിറ്റീവ് ഡെൽറ്റയ്ക്ക് ആണെങ്കിലും ഒക്കെ മൈനസാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളാ പൊസിഷൻ ലോസ് ബുക്ക് ചെയ്യുമ്പോൾ, കാരണം വിയോപ്പിൻ്റെ ഏരിയയിൽ അങ്ങനെയുണ്ട്, അതായത് ബൈക്ക് കാണുന്നുണ്ട്, പക്ഷേ അതിനേക്കാട്ടിലും കൂടുതൽ സെല്ലിങ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ പിന്നെ പൊസിഷൻ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച ഏകദേശം ഒരു ലോസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിറ്റ് ആവാനാണ് പ്ലാന്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ ഒരു ലോസ് ബുക്ക് ചെയ്യാൻ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ വിചാരിച്ച ലോസിൻ്റെ അവിടേക്ക് തന്നെ മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി സെറ്റ് ചെയ്യാം. ടൈം രാത്രി 7:10. അതിൽ ചെറിയ ഉച്ചയ്ക്ക് നമ്മൾ എക്സിറ്റ് കാണിച്ചിട്ടില്ല. നമ്മൾ എക്സിറ്റ് ആയതിന് ശേഷം മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ്, രക്ഷയില്ല. ആ മൂവ്മെൻറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം ഒരു 6,000 അടുത്ത് ഏകദേശം നമുക്ക് പ്രോഫിറ്റ് കാരണം നമ്മൾ ഈ ഒരു ക്യാൻഡിലൊക്കെ ആയിട്ടാണല്ലോ ലോസ് ബുക്ക് ചെയ്ത്. പക്ഷേ അവിടുന്ന് പിന്നെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വന്ന മൂവ്മെൻറ്റ്. പക്ഷേ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇതേ മൂവ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് ലോസ് ആയിക്കാരം. ലോസ് എന്ന് പറഞ്ഞാലും പോലെ ഏകദേശം ഇപ്പം നമുക്ക് വന്ന ഏകദേശം ലോസ് 4,500 അല്ലേ, അതിൻ്റെ ഒരു ഡബിളും ഏകദേശം നമുക്കൊരു 13,500 അടുത്തേലും ലോസ് വരും. പക്ഷേ നമ്മൾ കവർ ചെയ്യാതെ ഇതേ പോലെ താഴത്തേക്കാണ് പോയിച്ച. കാരണം 2 ദിവസം ശനി ഞായറും പിന്നെ ബഡ്ജറ്റൊക്കെ വരില്ലേ, അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ട് മാർക്കറ്റ് ഇടിഞ്ഞു വിചാരിക്കാം, നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല. അതാണ് നമ്മളിന്ന് എന്താ പറയുക ഇന്നെടുത്ത ലോസ്. ഓക്കെ, അപ്പോൾ ഈ മാസത്തിൽ ഫസ്റ്റ് ദിവസം 2,300 പ്രോഫിറ്റ്, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം 4,100 ലോസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2,300 ഒരു 1,800 അവിടെ ലോസ്, പ്ലസ് ഇന്നലെ നമുക്ക് 4,000 പ്രോഫിറ്റ് അല്ലേ. ടാക്സ് പോയി കഴിഞ്ഞാൽ 3,300 പ്രോഫിറ്റ്, 3,000 പ്രോഫിറ്റ് കിട്ടാം. അപ്പോൾ 1,800 ഓക്കെ. അപ്പോൾ ഈ വീക്കിൽ നമുക്ക് ഏകദേശം ഒരു 2,000 അടുത്ത് ലോസ് വന്നിട്ടുണ്ടാവും ഈ സ്ട്രാറ്റജിയിൽ. ഓക്കെ, ബാക്കി അടുത്ത ആഴ്ച എങ്ങനെ മാർക്കറ്റ് വരുന്നു, പിന്നെ സ്ട്രാറ്റജി നമുക്ക് മന്ത് എൻഡ് ആകുമ്പോഴത്തേന് പ്രോഫിറ്റ് തരുമെന്നൊക്കെ നമുക്ക് ബാക്കി വീഡിയോസിൽ കാണാം.